ഹലോ, വെൽക്കം ബാക്ക്. മഴ സീസൺ ആയിക്കഴിഞ്ഞാൽ നമ്മളും മനുഷ്യർക്ക് അസുഖങ്ങളുടെ കാലമാണ്. അത് പനിയായിട്ടും വാതമായിട്ടും അങ്ങനെ പല പല അസുഖങ്ങൾ വരും. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും ഇത് ബാധകമാണ്. ഞങ്ങളുടെ വീട്ടിലെ കോഴിയുടെ കാര്യം പറയട്ടെ. ഒരു കോഴിപ്പടിച്ച് കുറേ ദിവസമായിട്ട് എണീക്കുന്നില്ല. അവളുടെ കാലിന് വേദനയാണ്. അവൾ കിടന്നുകൊണ്ടാണ് ആഹാരം കഴിക്കുന്നത്. പക്ഷേ ഡെയിലി മുട്ടയിടുകയും ചെയ്യും. പിന്നെ കൂട്ടിൽ അടച്ചിട്ട് വളർത്തുന്ന കോഴിയല്ലേ, അതുകൊണ്ട് കാലിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടും ആകാം. അങ്ങനെ കാല് വയ്യാണ്ടിരുന്ന അവളെ ഒന്ന് എണീപ്പിച്ച് നടത്താനായിട്ട് ഞാനൊരു കാര്യം അങ്ങ് ചെയ്തു. ഒരാഴ്ചത്തെ സമയം അവളിപ്പോൾ നോർമലായി പഴയ പോലെ തന്നെ നടക്കുന്നു. അങ്ങനെ ഒരാഴ്ചത്തെ ഫിസിയോതെറാപ്പിയും ട്രെയിനിങ്ങോടുകൂടി അവൾ നടന്നു തുടങ്ങി. ഇനി അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല. കൂട്ടിലടച്ചിട്ട് വളർത്തുന്ന കോഴികളുടെ കാലിൻ്റെ ബലക്ഷയം നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ കിടക്കുന്ന ആൾ കംപ്ലീറ്റ് കിടപ്പായിരുന്നു. ഇപ്പോൾ ആ കിടപ്പൊക്കെ മാറി പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടന്നു തുടങ്ങി. ഒരാഴ്ച മുമ്പ് അവളുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. തീറ്റയുടെ അടുത്ത് ഇങ്ങനെ തന്നെ കിടക്കും. ഒന്ന് എണീക്കാനോ ഒരു ചൂട് മുന്നോട്ട് നീങ്ങാനോ അവൾക്ക് പറ്റുമായിരുന്നില്ല. വിരലുകൾ അകത്തോട്ട് ചുരുട്ടി വെച്ച് ചെരിഞ്ഞങ്ങ് കിടക്കും. ആ കിടപ്പിൽ തന്നെയാണ് അവൾ ആഹാരം കഴിക്കുന്നതും. ആദ്യത്തെ ദിവസം കാക്കയൊന്നും വന്ന് അവളുടെ തീറ്റ കൊണ്ടാകാതെ ജോക്കുട്ടനാണ് കൂട്ടിരുന്നത്. രാവിലെ തൊട്ട് ഉച്ച വരെയാണ് ഫിസിയോതെറാപ്പി സെക്ഷൻ. അപ്പോൾ ഞാൻ ഇവളെ എടുത്ത് വെളിയിലോട്ട് വിടും. ഒരാളെ അല്ല 2 പേരെ കൂടെ വിടും. എന്നിട്ട് ഇവൾ സ്വന്തമായിട്ട് അവിടുന്ന് തീറ്റകളൊക്കെ കുത്തിയെടുക്കും. പിന്നെ ഇവൾക്ക് വെച്ച് കൊടുക്കുന്ന തീറ്റയാണെങ്കിലും കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവൾക്ക് നടന്ന് ചെല്ലാനുള്ള ഒരു ഈഗറുണ്ടാകും. അയ്യോ, സൂക്ഷിക്കുക ചെല്ലേ. ഇവക്ക് കൂട്ടിനായിട്ട് ഞാൻ ഇവരുടെ കൂടെ കിടന്ന് 2 പേരെ കൂടെ വിടുവാണ്. ബായോ, വയ്ക്കോ, നീ ഇവിടെ നീ തന്നെ കിടക്കണ്ട. തനിച്ചായി പോവില്ലേ? ബായോ, വിടറ പിടിയോ. വയ്ക്കോ. 3-ാം ദിവസമായപ്പോൾ അവൾക്ക് പകുതിക്ക് എണീറ്റ് സ്വന്തം കാലിൽ നിൽക്കാറായി. എന്നാൽ 2 കാലും നിലത്ത് കുത്തുന്നില്ല, ഒരു കാല ഹാഫ് കൊടുത്താണ് നിൽക്കുന്നത്. 4th ഡേ ആയപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ 2 കാലും നിലത്ത് കുത്തി അവൾ മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി. ഫുഡ് കഴിച്ചേ. ഒട്ടും എണീക്കാതെ ഇരുന്ന പെൺകുട്ടിയാണ്. ഇപ്പം ഇതേ നടന്നു തുടങ്ങി. നമ്മൾ ചെയ്തത് അവളെ ഒന്ന് നിലത്തിറക്കി വിട്ടു. അവളുടെ കാലുകൾക്കുള്ള ആരോഗ്യം നമ്മൾ റീഗെയിൻ ചെയ്തു. അങ്ങനെ അവർ 3 പേര് ഒന്നിച്ച് ഇന്ന് മുറ്റത്തൂടെ തന്നെ നടക്കുകയാണ്. 4-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും അവൾ 2 കാലും നിലത്ത് കുത്തി നടക്കാൻ തുടങ്ങി. ദൂരെ ഇരിക്കുന്ന തീറ്റയുടെ അടുത്തേക്ക് ചട്ടിച്ചട്ടിയാണേലും അവൾ വന്നു തുടങ്ങി. അങ്ങനെ അവളുടെ മൂവ്മെൻറ്റ്സ് ഇംപ്രൂവ്ഡായി. ഗുഡ് ഗേൾ. അടുത്ത ദിവസവും അവളെ ഇറക്കി നിലത്ത് വിട്ടു. സ്മാർട്ട് ഗേൾ പോന്നു. ഹായ്. തന്നെ നടന്നു പോയി ഫുഡ് എടുക്കുക. ഗുഡ് ഗേൾ ആണ്, സ്മാർട്ട് ഗേൾ ആണ്. ഇപ്പം നേരെ നിൽക്കാറായി. അങ്ങനെ ഫിസിയോതെറാപ്പി സക്സസ് ആയി. ഡെയിലി കാൽസ്യം സപ്ലിമെൻറ്റ് കൊടുത്തിരുന്നു. കുടിക്കുന്ന വെള്ളത്തിൽ ഡ്രോപ്സ് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്താണ് കൊടുത്തിരുന്നത്. ഈ ഒറ്റ ആഴ്ച കൊണ്ട് അവൾ നടന്നു തുടങ്ങി.